എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയുള്ള എസ്പെഷ്യലി ബികോം പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അവസരം, അതായത് നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ നല്ലൊരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന വേക്കൻസി നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈലില് 2 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അത് നിങ്ങൾക്ക് ഓൾറെഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെക്കാൾ കുറച്ചുകൂടി മികച്ച പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ബികോം, കോർപ്പറേഷൻ, HDC ഒക്കെ പഠിച്ചവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതില് നമ്മുടെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡില് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു എക്സാം പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കേരള PSCയുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻസും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഒക്കെ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം. ഇതിന്റെ കാറ്റഗറി നമ്പർ 379/2025 ആണ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 2 ആണ് വരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ഇതൊരു 58 നോട്ടിഫിക്കേഷൻ അടുത്ത മീൻസ് ഇതിന് പോയിട്ടുണ്ട്. മീൻസ് നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 50+ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വൈസ് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് കണ്ടിട്ട് ആരും എന്ത് ചെയ്യണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ BCom പാസ് ആയിട്ടിരിക്കണം, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയില്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യം എന്താണ്, കോർപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്ട്, BCom കോർപ്പറേഷൻ, അല്ല എങ്കിൽ ഡിഗ്രി വിത്ത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് ഏതാണ്, നമുക്ക് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കണ്ടക്റ്റഡ് ബൈ ദ കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, കഴിഞ്ഞ തവണ 37 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 36 വയസ്സ് വരെയാണ് ഈ തവണ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കിക്കേ, 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1989നും 1/1/2007 ഇടയിൽ both the dates are included. അപ്പൊ ഇതിന്റെ ഇടയിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു പോസ്റ്റും കൂടി ഞാൻ പറയട്ടെ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്, അതാണ് നമ്മുടെ KS കാർഡ് ബാങ്ക് ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ കാറ്റഗറി നമ്പർ 380/2025 ആണ്. ഇപ്പോ നിങ്ങളുടെ പ്രൊഫൈല് ഇത് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതിന് അപ്ലൈ ചെയ്യുക. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് November 19 അപ്പൊ ഇതിനും ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത്. നിങ്ങൾ അതൊന്നും നോക്കണ്ട. നമുക്ക് ഒരു വേക്കൻസി ആണ് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഒരെണ്ണല്ലേ ഉള്ളൂ, വേണ്ട എന്ന് മാറി ചിന്തിച്ച് നിൽക്കുന്നവര് ചെയ്യുന്നത് വലിയ അബദ്ധമായിരിക്കും. നമ്മൾ പഠിക്കുക, നല്ല രീതിയിൽ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ നോക്കിക്കേ, ഇതിന്റെ ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, പക്ഷേ വിത്ത് JDC ഓർ HDC ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ പഠിച്ചവർക്കോ അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഏജ് ലിമിറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് വരുന്നത്. അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ കാൻഡിഡേറ്റ്സ് 1985, 2/1/1985നും 1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി BCom ഉള്ളവർക്കും അല്ലെങ്കിൽ JDC HDC ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം.
ഇനി AZB അക്കാഡമിയുടെ നെക്സ്റ്റ് കാറ്റഗറി ആണ് നമ്മുടെ CCB കോർപ്പറേഷൻ ബാങ്കിങ്ങിന്റെ ഒരു കാറ്റഗറി നമ്മൾ ലോഞ്ചിങ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ 2 കോഴ്സും, അതായത് നിങ്ങൾക്ക് സിംഗിൾ കോഴ്സിൽ ഇതിന്റെ 2ന്റെ സിലബസ് ഏകദേശം സെയിം ആവാനാണ് സാധ്യത. സെയിം ആവാൻ സാധ്യത എന്നല്ല, സെയിം ആണ്, പക്ഷെ 2 കാറ്റഗറി നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ 2നും അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. AZB അക്കാഡമി ഇതിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, bye bye and thank you.